നെയ്മർ ജൂനിയർ ബ്രസീലിന്റെ നാഷണൽ ടീമിൽ ഇടം കിട്ടാത്തതിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രസീലിയൻ ലെജൻസുകളുടെ അഭിപ്രായമൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തില് ഇപ്പോ പുതിയൊരു ബ്രസീലിന്റെ ലെജൻഡ് നെയ്മർ ജൂനിയർ ഈ ഒരു വേൾഡ് കപ്പ് ടീമുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ഈ ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബ്രസീൽ ഇതിഹാസം റൊമാരിയോ ആണ്. റൊമാരിയോ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലാണ്: ഞാൻ പരിശീലകനായിരുന്നെങ്കിൽ 50% ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ പോലും നെയ്മർ ടീമിൽ ഉൾപ്പെടുത്തുമായിരുന്നു. അതുപോലെ തന്നെ നെയ്മർ ടീമിൽ ഉണ്ടെങ്കിൽ ബ്രസീൽ ടീം വേൾഡ് കപ്പ് നേടാൻ സാധ്യത കൂടുതലാണ്. നെയ്മർ ഇല്ലെങ്കിൽ ആ സാധ്യത വളരെ കുറയും. അതായത് ഒരുപാട് ഫാൻസ് പറയുന്ന ഒരു കാര്യം തന്നെയാണ് റൊമാരിയോയും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നെയ്മർ അവിടെ ഉണ്ടെങ്കിൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ നെയ്മർ ഇല്ലെങ്കിൽ ചാൻസ് കുറവാണ്. പിന്നെ 50% ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ പോലും റൊമാരിയോ ആണ് ആ ടീമിന്റെ കോച്ച് എന്നുണ്ടെങ്കിൽ ഞാൻ റൊമാരിയോ ആ ഒരു ടീമിൽ നെയ്മറെ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യമാണ്. അത് ആ ഒരു ഫിറ്റ്നസിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ കാർലോ അൻസെലോട്ടി നെയ്മറും ആ ഒരു ടീമിൽ എടുക്കാതിരിക്കുമ്പോൾ പറയുന്ന കാര്യം നെയ്മറിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടാണ്. നെയ്മർ ഫിറ്റ്നസിൽ ആള് ഫുള്ളായിട്ട് ഫിറ്റ് അല്ല എന്നാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കോട്ട് ഏതായാലും റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്നുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടത് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ ഹെഡ് കോച്ച് ആയിട്ടുള്ള കാർലോ അൻസെലോട്ടിയുമാണ്. ആദ്യ തീരുമാനം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.